ഗാസ വെടിനിർത്തൽ ശ്രമങ്ങളിൽ വീണ്ടും അനിശ്ചിതാവസ്ഥ. മുഴുവൻ ബന്ദികളെയും ഒറ്റഘട്ടമായി മോചിപ്പിക്കണമെന്ന നിലപാട് ആവർത്തിക്കുകയാണ് ഇസ്രയേൽ. ഹമാസിന്റെ നിരായുധീകരണം, മുഴുവൻ ബന്ദികളുടെയും മോചനം, ഭീകരപ്രവർത്തനം ഇല്ലാതാക്കൽ, ഗാസ മുനമ്പിന്റെ സുരക്ഷാ നിയന്ത്രണം എന്നിവ നടക്കാതെ യുദ്ധം അവസാനിപ്പിക്കില്ലെന്നാണ് ബെന്യാമിൻ നെതന്യാഹുവിന്റെ ഓഫീസ് വ്യക്തമാക്കുന്നത്. ഗാസയിൽ ഹമാസിനും പലസ്തീൻ അതോറിറ്റിക്കും പങ്കാളിത്തമില്ലാത്ത മറ്റൊരു ഭരണനിർവഹണ സംവിധാനവും സ്ഥാപിതമാകണം. ഹമാസ് അംഗീകരിച്ച വെടിനിർത്തൽ നിർദ്ദേശം ലഭിച്ച ശേഷവും ഇസ്രായേൽ പ്രധാനമന്ത്രിയുടെ ഓഫീസ് ആവർത്തിക്കുന്നത് ഈ ആവശ്യങ്ങളാണ്. 60 ദിവസം നീണ്ടു നിൽക്കുന്ന വെടിനിർത്തൽ കാലയളവിൽ ഘട്ടം ഘട്ടമായി ബന്ദികളെ മോചിപ്പിക്കാമെന്നതാണ് ഹമാസിന്റെ നിലപാട്. ഒമാന്റെ ചില പ്രദേശങ്ങളിൽ ശക്തമായ മഴ. ഓഗസ്റ്റ് 22 വരെ മഴ തുടരുമെന്നാണ് കാലാവസ്ഥാ മുന്നറിയിപ്പ്. പൊതുജനങ്ങൾ ജാഗ്രത പാലിക്കണം എന്നും നിർദ്ദേശമുണ്ട്. ദോഫാർ, അൽ-വുസ്ത, നോർത്ത് അൽ ഷർക്കിയ തുടങ്ങിയ ഗവർണറേറ്റുകളിലാണ് ശക്തമായ മഴയ്ക്ക് മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. 20 മുതൽ 50 മില്ലിമീറ്റർ വരെ മഴ കിട്ടിയേക്കാമെന്നാണ് മുന്നറിയിപ്പുകൾ. വാദികൾ നിറഞ്ഞൊഴുകുന്നതിനും മലവെള്ളപ്പാച്ചിലിനും സാധ്യതയുണ്ടെന്നാണ് ഒമാൻ സിവിൽ ഏവിയേഷൻ അതോറിറ്റിയുടെ മുന്നറിയിപ്പ്. വ്യത്യസ്ത തീവ്രതയിലുള്ള ഒറ്റപ്പെട്ട മഴയ്ക്കും ഇടിയോടുകൂടിയ മഴയ്ക്കും സാധ്യതയുണ്ടെന്നും കാലാവസ്ഥാ കേന്ദ്രം അറിയിച്ചു. യുഎഇയിൽ സ്കൂൾ തുറക്കുന്ന ദിവസം സർക്കാർ ജീവനക്കാർക്ക് ജോലി സമയത്തിൽ ഇളവ്. 3 മണിക്കൂർ വരെയാണ് ജോലി സമയത്തിൽ ഇളവ് ലഭിക്കുക. യുഎഇ ഗവൺമെൻറ് ഹ്യൂമൻ റിസോഴ്സസ് അതോറിറ്റിയാണ് ഓഗസ്റ്റ് 25-ന് ജോലി സമയത്തിൽ ഇളവ് അനുവദിച്ചുകൊണ്ട് ഉത്തരവ് പുറപ്പെടുവിച്ചത്. സർക്കാർ ജീവനക്കാരായ രക്ഷിതാക്കൾക്ക് കുട്ടികളെ സ്കൂളുകളിൽ എത്തിക്കുന്നതിനും തിരികെ വീടുകളിൽ എത്തിക്കുന്നതിനുമാണ് ഇളവ്. ഇതുപ്രകാരം ആദ്യ സ്കൂൾ ദിനം രക്ഷിതാക്കൾക്ക് ഓഫീസുകളിൽ വൈകിയെത്താം. നേരത്തെ ജോലി അവസാനിപ്പിക്കുന്നതിനും അനുമതി ലഭിക്കും. നഴ്സറികളിലും കിൻഡർ ഗാർട്ടനുകളിലും പോകുന്ന കുഞ്ഞുങ്ങളുടെ രക്ഷിതാക്കൾക്ക് ആദ്യ ഒരാഴ്ചത്തേക്ക് ജോലി സമയത്തിൽ ഇളവ് കിട്ടും. പ്രതിദിനം 3 മണിക്കൂർ വരെയാണ് ഇളവ്. ആഗോളതലത്തിൽ യുഎഇ നടത്തുന്ന സന്നദ്ധ പ്രവർത്തനങ്ങൾക്ക് ഐക്യരാഷ്ട്രസഭയുടെ പ്രശംസ. ഇതുവരെ 10,000 കോടിയിലധികം ഡോളറിൻ്റെ സഹായമാണ് യുഎഇ എത്തിച്ചു നൽകിയത്. 1971-ൽ യുഎഇ രൂപീകൃതമായത് മുതൽ 2024 അവസാനം വരെയുള്ള കണക്കാണ് ഇത്. 206 രാജ്യങ്ങളിലായി 100 കോടിയിലധികം ജനങ്ങൾക്ക് യുഎഇയുടെ സഹായം ലഭിച്ചിട്ടുണ്ടെന്നും കണക്കുകൾ പറയുന്നു. NTV UAE to the world.